ഒന്നാലോചിച്ചു നോക്കൂ, ഒരു കൊച്ചു ഗ്രാമത്തിൽ തുടങ്ങിയ ഒരു സാധാരണ കർഷക സമരം. പക്ഷേ പതിറ്റാണ്ടുകൾക്കിപ്പുറവും അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണികളിലൊന്നായി തുടരുന്നു. അപ്പോൾ എന്താണ് ഈ നക്സൽബാരി? ആ ഒരു ചെറിയ തീപ്പൊരി അതെങ്ങനെയാണ് ഒരു രാജ്യത്തെയാകെ വിഴുങ്ങാൻ പോന്ന ഒരു കാട്ടുതീയായി മാറിയത്? വാ, നമുക്ക് ഇതിന്റെ പിന്നിലെ കഥയൊന്ന് നോക്കാം. അപ്പോ നമ്മുടെ പ്രധാന ചോദ്യം ഇതാണ്: 1967 ഒരു ഗ്രാമീണ പ്രതിഷേധം എങ്ങനെയാണ് രാജ്യത്തെ പിടിച്ചുകുലുക്കിയ, ഇന്നും തുടരുന്ന ഒരു വലിയ സംഘർഷമായി മാറിയത്? ഇതിന്റെ ഉത്തരം തുടങ്ങുന്നത് തോക്കുകളിൽ നിന്നല്ല, മറിച്ച് ആശയങ്ങളിൽ നിന്നാണ്. എല്ലാ വലിയ വിപ്ലവങ്ങളും തുടങ്ങുന്നത് ഒരാശയത്തിൽ നിന്നാണല്ലോ. നക്സൽബാരിയുടെ കഥയും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു വെടി പൊട്ടുന്നതിനും എത്രയോ മുൻപ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ടായിരുന്നു. വാക്കുകൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടുമുള്ള ഒരു യുദ്ധം. ആ പ്രശ്നത്തിന്റെ പ്രധാന കാരണം ഇതായിരുന്നു: തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അധികാരം നേടണോ, അതോ ആയുധമെടുത്ത് വിപ്ലവം നടത്തണോ? CPIM ബംഗാളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭരണത്തിന്റെ ഭാഗമായപ്പോൾ പാർട്ടിക്കുള്ളിലെ ഒരു തീവ്രവിഭാഗത്തിന് അത് ഒട്ടും ദഹിച്ചില്ല. അവർക്കതൊരു ചതിയായിരുന്നു, വിപ്ലവത്തെ ഒറ്റക്കൊടുക്കുന്നതുപോലെയായിരുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാല് രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു. ഒരു വശത്ത് ബാലറ്റ് പെട്ടിയിലൂടെ മാറ്റം കൊണ്ടുവരാം എന്ന് വിശ്വസിച്ച CPIM, മറുവശത്തോ മാവോയുടെ ചൈനീസ് വിപ്ലവത്തിൽ നിന്ന് ആവേശം കൊണ്ട ഒരു വിഭാഗം. അവര് പറഞ്ഞു, യഥാർത്ഥ അധികാരം വരുന്നത് തോക്കിൻ കുഴലിലൂടെയാണ്, അല്ലാതെ പാർലമെന്റിലൂടെയല്ല. പക്ഷേ ഈ ആശയങ്ങൾ വെറും കടലാസിൽ ഒതുങ്ങി നിന്നില്ല. പശ്ചിമബംഗാളിലെ നക്സൽബാരി എന്ന ചെറിയ ഗ്രാമത്തിൽ ആ തീപ്പൊരിക്ക് കാറ്റുപിടിക്കാൻ തുടങ്ങുകയായിരുന്നു. പ്രത്യയശാസ്ത്രം യാഥാർത്ഥ്യവുമായി നേരിട്ടേറ്റുമുട്ടിയ ആ നിർണായക നിമിഷം. അത് 1967 മെയ് മാസമായിരുന്നു. നക്സൽബാരിയിൽ കാര്യങ്ങൾ പുകഞ്ഞു തുടങ്ങിയിരുന്നു. ചാരു മജുംദാറിന്റെയും കനു സഞ്ജാഴിന്റെയും നേതൃത്വത്തിൽ കർഷകർ ജന്മിമാരുടെ ഭൂമി പിടിച്ചെടുക്കാൻ തുടങ്ങി. അധികം വൈകാതെ ഈ പ്രതിഷേധം അക്രമാസക്തമായി. കാര്യങ്ങൾ കൈവിട്ടുപോയപ്പോൾ പോലീസ് എത്തി. ആ ഇടപെടൽ ഒരു രക്തച്ചൊരിച്ചിലിലാണ് അവസാനിച്ചത്. 11 പേർ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് അത്രയും പേരായിരുന്നു. പക്ഷേ അതൊരു വെറും കണക്കായിരുന്നില്ല, അല്ലേ? അതൊരു പ്രതീകമായി മാറി. ആ 11 മരണങ്ങൾ അതുവരെ നക്സൽബാരി എന്ന ഗ്രാമത്തിൽ ഒതുങ്ങിനിന്ന ആ പ്രതിഷേധത്തിന് ബംഗാൾ മുഴുവൻ കത്തിപ്പടരാനുള്ളൊരു തീപ്പൊരി നൽകി. സത്യത്തിൽ നക്സൽബാരിയിലെ ഈ പ്രക്ഷോഭം ഒരുപക്ഷെ ഒരു പ്രാദേശിക പ്രശ്നമായി അവസാനിച്ചേനെ. പക്ഷേ അപ്പോഴാണ് ഹിമാലയത്തിനപ്പുറത്തുനിന്ന് ഒരു ശബ്ദം മുഴങ്ങിയത്. ചൈന ഈ ചെറിയ കലാപത്തെ ഏറ്റെടുത്തതോടെ കളിയുടെ നിയമങ്ങളെല്ലാം മാറി. അതൊരു അന്താരാഷ്ട്ര വിഷയമായി മാറി. ചൈനയുടെ ഔദ്യോഗിക പത്രമായ പീപ്പിൾസ് ഡെയിലി 1967 ജൂലൈ 5 ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യയ്ക്ക് മുകളിൽ വസന്തത്തിലെ ഇടിമുഴക്കം. അത് വെറുമൊരു തലക്കെട്ടായിരുന്നില്ല, അതൊരു പ്രഖ്യാപനമായിരുന്നു. ഇന്ത്യയിൽ ഒരു മാവോയിസ്റ്റ് വിപ്ലവം തുടങ്ങിക്കഴിഞ്ഞു എന്ന് ബീജിംഗ് ഔദ്യോഗികമായി അംഗീകരിക്കുകയായിരുന്നു. ചൈനയുടെ പിന്തുണ വെറും പത്രവാർത്തയിൽ മാത്രം ഒതുങ്ങിയില്ല കേട്ടോ. റേഡിയോ പീക്കിങ്ങിന്റെ ശക്തമായ സിഗ്നലുകൾ ഇന്ത്യയിലേക്ക് പ്രവഹിച്ചു. അവർ നക്സലൈറ്റുകളെ ധീരവിപ്ലവകാരികളായി വാഴ്ത്തി. അതേസമയം ഈ കലാപത്തെ എതിർത്ത CPIM നേതാക്കളെയോ അവരെ നവപരിഷ്കരണവാദികൾ എന്ന് വിളിച്ചു. അതായത് വിപ്ലവത്തെ ഒറ്റിക്കൊടുത്തവരെന്ന്. ഇപ്പൊ ചൈനയുടെ ഈ പിന്തുണയ്ക്ക് ചാരു മജുംദാർ തിരികെ കൊടുത്ത മറുപടിയുണ്ടല്ലോ, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നും വലിയ ചർച്ചയാണ്. അദ്ദേഹം പറഞ്ഞു, ചൈനയുടെ ചെയർമാൻ നമ്മുടെ ചെയർമാനാണ്. ആ ഒരൊറ്റ വാചകം, അത് മതിയായിരുന്നു എല്ലാം മാറാൻ. അതോടുകൂടി നക്സലൈറ്റ് പ്രസ്ഥാനത്തിന് ഒരു വിദേശ ശക്തിയുടെ ആളുകൾ എന്നൊരു പേര് വീണു. ആ ഒരു ലേബിൾ അതവരെ ഇന്നും പിന്തുടരുന്നുണ്ട്. വിദേശത്തു നിന്നുള്ള പിന്തുണയും വ്യക്തമായ ഒരു പ്രത്യയശാസ്ത്രവും കിട്ടിയതോടെ ഈ പ്രസ്ഥാനത്തിന് ഒരു സംഘടിത രൂപം കൊടുക്കേണ്ട സമയമായി. അങ്ങനെ ഒരു പ്രതിഷേധത്തിൽ നിന്ന് ഒരു പാർട്ടിയായി മാറാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഒരു നീണ്ട യുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പ്. അങ്ങനെ 1969 ലെനിന്റെ ജന്മദിനത്തിൽ തന്നെ അവർ ആ പുതിയ പാർട്ടി രൂപീകരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് അല്ലെങ്കിൽ CPIML. അതോടെ അതുവരെ ചിതറിക്കിടന്ന നക്സൽബാരിയിലെ പ്രതിഷേധങ്ങൾക്ക് ഒരു കേന്ദ്രീകൃത നേതൃത്വവും ഒരു പേരും ഒരു കൊടിയും കിട്ടി. ഈ പുതിയ പാർട്ടിയുടെ പരിപാടികൾ വളരെ ലളിതവും വ്യക്തവുമായിരുന്നു. 1. തിരഞ്ഞെടുപ്പും ജനാധിപത്യവും ഒന്നും വേണ്ട. 2. വർഗശത്രുക്കൾ എന്നവർ മുദ്രകുത്തിയ ഭൂവുടമകളെയും പോലീസുകാരെയും രാഷ്ട്രീയ എതിരാളികളെയും ഉന്മൂലനം ചെയ്യുക. ഇതൊരു രാഷ്ട്രീയ അജണ്ട എന്നതിലുപരി ഒരു ഉന്മൂലന സിദ്ധാന്തം തന്നെയായിരുന്നു. സ്വാഭാവികമായും സർക്കാർ ശക്തമായി തിരിച്ചടിച്ചു.
ഓപ്പറേഷൻ സ്റ്റീപ്പിൾ ചേസ് പോലുള്ള വലിയ സൈനിക നടപടികളിലൂടെ 1971 ആയപ്പോഴേക്കും ആദ്യത്തെ കലാപം പൂർണ്ണമായി അടിച്ചമർത്തപ്പെട്ടു. നേതാക്കളിൽ പലരും ഒന്നുകിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ജയിലിലായി. തീ അണഞ്ഞു എന്നെല്ലാവരും കരുതി. പക്ഷേ ആ ചാരത്തിനടിയിൽ കനലുകൾ ബാക്കിയുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. മരം വേണമെങ്കിൽ മുറിച്ചുമാറ്റാം, പക്ഷെ അതിന്റെ വേരുകൾ ഭൂമിക്കടിയിൽ പടർന്നു കിടക്കും. പീപ്പിൾസ് വാർ ഗ്രൂപ്പായും ഇന്ന് CPI മാവോയിസ്റ്റായും ആ വേരുകൾ പല രൂപത്തിൽ വീണ്ടും മുളച്ചുപൊന്തി. നക്സൽബാരിയിൽ തുടങ്ങിയ പ്രസ്ഥാനം ഇന്നും ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണിയായി തുടരുന്നു. അപ്പോ ഒരു ഗ്രാമത്തിൽ ഉയർന്ന ഒരു ചെറിയ തീപ്പൊരി എങ്ങനെയാണ് ഒരു രാജ്യത്തെ പതിറ്റാണ്ടുകളായി പൊള്ളിക്കുന്ന ഒരു കാട്ടുതീയായി മാറിയതെന്ന് നമ്മൾ കണ്ടു. ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് മുന്നിലാണ് നിർത്തുന്നത്. ഒരു വിപ്ലവത്തെ നിങ്ങൾക്ക് അടിച്ചമർത്താൻ കഴിഞ്ഞേക്കാം, ശരിയാണ്. പക്ഷേ ആ വിപ്ലവത്തിന് ജീവൻ നൽകിയ ആശയങ്ങളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇല്ലാതാക്കാൻ കഴിയുക?